ഹലോ! ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ ബനാന എഗ് ടോസ്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മിഡ് സ്നാക്ക് ആയിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ചെയ്യാൻ, നല്ല ടേസ്റ്റുമാണ്. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഈ കാരമൽ സിറപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് അഗേവ് സിറപ്പും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ പഞ്ചസാരയും വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ് മാറുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിലേക്കും എത്തിച്ചു കൊടുക്കാം. ഈ ഒരു ഷെയ്ഡ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ ഈ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഈ ഷെയ്ഡ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. പഞ്ചസാര ഒരുപാട് അങ്ങ് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഭയങ്കര കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാരയുടെ ഷെയ്ഡ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് കാരമൽ ലറ്റെ ഒക്കെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കാരമൽ സിറപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ നിൽക്കും. ഇനി നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മളുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സ്ചർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സ്ക്രാമ്പിൾഡ് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പഴം വാട്ടിയതൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം. മൊത്തത്തിൽ കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ആ പോർഷനൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു ബ്രെഡിൻ്റെ ഒരു പൗച്ച് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പൗച്ചിനകത്താണ് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് നിറച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ അടുത്തൊരു ഇൻസ്റ്റഗ്രാം റീൽ കണ്ടിരുന്നു. കണ്ണൂർക്കാരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ബ്രെഡ് പൊരിച്ചതും, അതായത് ബ്രെഡ് മുട്ടയിൽ മുക്കി പൊരിക്കുമല്ലോ നമ്മൾ, ആ ഒരു റെസിപ്പി, അതുപോലെ പഴം വാട്ടിയത്, പിന്നെ മുട്ടയടക്ക്, ഈ 3 കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു റീലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു എഗ് ടോസ്റ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് ശരിക്കും ഏകദേശം അതിൻ്റെ വേറൊരു വേർഷനാണ്. എല്ലാത്തിനെയും കൂടെ ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ കാരമൽ സിറപ്പ് ചേർക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ബട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ ബട്ടർ സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ബട്ടർ പുരട്ടിയത് കാരണം ഇനി ഞാൻ ബട്ടറൊന്നും പുരട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. പൗച്ചിനകത്ത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം. ഈ ഒരു മുട്ട മൊത്തത്തിൽ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ. അത്രയും ഫില്ലിങ് ഒരു ബ്രെഡിന് ആവശ്യമാണ്. നന്നായിട്ട് ബ്രെഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ പഴം വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കാരമൽ ബനാന എഗ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം നമുക്ക് ഫില്ലാവും. കാരണം ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, പഴമുണ്ട്, നട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കൂടെ ആയാൽ കുട്ടികൾക്ക് അടിപൊളി സ്നാക്സാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്താലോ? ടൈജിക്ക് വേണോ? ടൈജിക്ക് തന്നില്ല? ടൈജിക്ക് തന്നില്ല? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്?
Super yummy, Mama. I want more. Guys, ചെറിയ പീസ് എനിക്ക് തരൂ. ഒരു മിനിറ്റ് കാണാം. Yummy, Mama. I want more. How's it, Tano? Yummy. I feel like